21 ദിവസം മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഫ്രാൻസിസ് അസീസി പാടവരമ്പിലൂടെ നടക്കുമ്പോൾ ചെളിയിൽ നിന്നുകൊണ്ട് ഒരു കർഷകൻ ഓർമ്മിപ്പിച്ചു, എല്ലാവരും പറയുന്നു അങ്ങ് വിശുദ്ധനാണെന്ന്, അങ്ങ് അങ്ങനെ തന്നെ ആയിരിക്കണം. ആ മുന്നറിയിപ്പിനെ ശ്രവിച്ച് ഇതാ ദൈവം ഒരു പാവം കർഷകനിലൂടെ എന്നെ ശാസിക്കുന്നുവെന്നാണ് പുണ്യവാളനപ്പോൾ ഏറ്റുപറഞ്ഞത്. ഈ മുന്നറിയിപ്പിനെ ഗൗരവമായെടുത്ത് ഫ്രാൻസിസ് അസീസി വിശുദ്ധിയുടെ പടവുകൾ താണ്ടി. മാലാഖമാരുടെ ഗീതങ്ങൾക്കും നക്ഷത്രത്തിന്റെ ശോഭയ്ക്കുമിടയിൽ ബൈബിൾ ചരിത്രം ചില വിസ്മയിപ്പിക്കുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കായേനും ലോത്തിനും സാവൂൾ രാജാവിനും കൊടുത്ത ചില മുന്നറിയിപ്പുകളും പുതിയ നിയമത്തിൽ യൂദാസിനും പത്രോസിനും കൊടുക്കുന്ന ചില സൂചനകളും ഉദാഹരണം. അത്തരം ദിവ്യരഹസ്യങ്ങളെ അവഗണിക്കാതെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഈ ക്രിസ്മസ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹെറോദേസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. സ്വപ്നത്തിലെ ഈ താക്കീതിന്റെ സ്വരം കേട്ടാണ് ജോസഫ് എന്ന തച്ചൻ തൻ്റെ ഭാര്യയും കുഞ്ഞുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. പൂജരാജാക്കന്മാർക്കും സ്വപ്നത്തിലൂടെ ലഭിച്ച മുന്നറിയിപ്പാണ് വഴിമാറി തിരികെ പോകാൻ കാരണമായത്. നാൽക്കവലകളിൽ ഒരുപാട് മുന്നറിയിപ്പുകളുടെ അപായ സൂചനകളുണ്ട്. ഈ സൂചനകൾ മനസ്സിലാക്കാതെ മുന്നോട്ടു പോയാൽ നമ്മൾ അപകടത്തിൽ ചെന്നു ചാടും. ആത്മീയ ജീവിതത്തിൽ ദൈവം തരുന്ന ചില താക്കീതുകൾ അപകടങ്ങൾ ഒഴിവാക്കാൻ ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇസ്രായേലിന്റെ രാജാവിനെ പ്രവചനങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം അടയാളപ്പെടുത്തിയിരുന്നു. എന്നിട്ടും രക്ഷകൻ പിറന്ന ആ രാത്രിയിൽ ജെറുസലേമിലെ കൊട്ടാരങ്ങൾ നിശബ്ദമായിരുന്നു. തിരുവെഴുത്തുകൾ മനഃപ്പാഠമായിരുന്നവർ പോലും ദൈവത്തിന്റെ അടയാളങ്ങളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചു. അറിവിന്റെ അഹങ്കാരത്തിൽ ദൈവിക അടയാളങ്ങളെ അവഗണിക്കുന്നവർക്ക് ഇന്നും ക്രിസ്മസ് കേവലം ഒരു ആഘോഷം മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പിന്റെ നക്ഷത്രങ്ങൾ നാം കാണാതെ പോകുന്നുണ്ടോ എന്ന് ഈ ക്രിസ്മസ് കാലം നമ്മോട് ചോദിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെതിരെ ദൈവം നൽകുന്ന ജാഗ്രതയുടെ സ്വരം കേൾക്കാൻ കൂടിയാണ് ഈ ക്രിസ്മസ് കാലം. ലോകത്തിന്റെ ആഡംബരങ്ങളിൽ മതിമറന്ന് ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്ക് പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണാനാവില്ല. ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കുന്നവർക്ക് ക്രിസ്മസ് ഒരു പുണ്യാനുഭവമായി മാറും. തീർച്ച. ആമേൻ.